നമസ്കാരം. പോക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരായ കല്ലേറ്. നാടെങ്ങും പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും. നാട്ടിക പോളിടെക്നിക് കോളേജിന്റെ സുവർണ ജൂബിലി മന്ദിരം വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാറിൽ ബസിന്റെ പിൻചക്രം കയറി മധ്യവയസ്കൻ തൽക്ഷണം മരിച്ചു. അരമണിക്കൂറോളം നടുറോട്ടിൽ മൃതദേഹം കിടന്നിട്ടും വലപ്പാട് പോലീസ് എത്താത്തതിൽ നാട്ടുകാർ ക്ഷുഭിതരായി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തെരുവിൽ ആക്രമിച്ച മാർക്സിസ്റ്റ് ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്തണമെന്നാവശ്യപ്പെട്ട് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നിന്നും ചാഴൂർ റോഡിലേക്ക് പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KS സന്ദീപ്, PK ഇബ്രാഹിം, KS അബ്ദുൾ സലാം, PK പ്രജാനന്ദൻ, PD ജെയ്സൺ, MM പരമൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തൃപ്പയാർ പോളിടെക്നിക് സുവർണ ജൂബിലി മന്ദിരം വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഡൈവേഴ്സൻസിൽ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും പഠനത്തിന്റെ കാര്യത്തിൽ അവർ ഉദ്യോഗസ്ഥയുണ്ടാകാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ നമുക്കറിയാം, നേരത്തെ ജോയിന്റ് ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഉടമയിലുള്ള പോളിടെക്നിക്കുകളും എയ്ഡഡ് മേഖലയിലുള്ള പോളിടെക്നിക്കുകളും അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സ്വാശ്രയ മേഖലയിലടക്കം ഒട്ടേറെ സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ നമുക്കുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം കോർത്തിനാക്കിക്കൊണ്ട് അവരുടെ അതിന്റെ ഗുണനിലവാരവും മറ്റു കാര്യങ്ങളുമെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി തന്നെ ഗവൺമെന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ കാര്യത്തിൽ ബില്ലിനെ സംബന്ധിച്ച് അംഗീകാരം നൽകിയ അടുത്ത് തന്നെ അത് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ തന്നെയും പുതിയ കോഴ്സുകൾ, ന്യൂ ജനറേഷൻ കോഴ്സുകൾ നൽകുകയും കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ബിടെക് പോലെ MTech തന്നെ വേണമെന്നുള്ള നിബന്ധന കൊണ്ടുവരുന്നത് ചെയ്യുന്നത് സാങ്കേതിക മേഖലയിലെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. പോളിടെക്നിക്കുകളുടെ സ്ഥിതി പറയുമ്പോഴും പോളിടെക്നിക്കുകൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് AICTE പുതിയ പോളിടെക്നിക്കുകൾ അനുവദിക്കുന്നില്ല. ഇൻഡസ്ട്രി ലിങ്കായിട്ടുള്ള പോളിടെക്നിക്കുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി നൽകുന്നത്. AICTE അനുമതി നൽകും, പക്ഷേ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള യാതൊരു ഫണ്ടും നമുക്ക് പുതിയ പോളിടെക്നിക്കുകളിൽ ലഭിക്കാത്ത സാഹചര്യം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ നമ്മൾ പുതിയ 23 പോളിടെക്നിക്, നിലവിലുള്ള 23 പോളിടെക്നിക്കുകളിൽ പകൽ സമയങ്ങളിലുള്ള റെഗുലർ കോഴ്സിൽ എന്തൊക്കെ കോഴ്സുകൾ, റെഗുലർ സമയത്ത് എന്തൊക്കെ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത് ആ കോഴ്സുകൾ മുഴുവൻ ഈവനിംഗ് കോഴ്സുമായി നടത്താൻ ഗവൺമെന്റ് അനുമതി കൊടുത്തു. അപ്പോൾ ഇതൊക്കെ 23 പുതിയ പോളിടെക്നിക്കുകൾ തുടങ്ങിയ ഒരു പ്രതീതി അല്ലെങ്കിൽ അത്രയും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം അതുവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഇവിടെ നേരത്തെ സുനിൽകുമാർ പറഞ്ഞു, ഫിനിഷിംഗ് സ്കൂളുകളെ സംബന്ധിച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ
അവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുവാനും അവർക്കും ഒരു തൊഴിൽ. ഗീതാഗോപി MLA അധ്യക്ഷയായി. TN പ്രതാപൻ MLA താക്കോൽദാനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, PA ഷൌക്കത്ത് അലി, ബീന അജയഘോഷ്, മഞ്ജുള അരുണൻ, CM നൌഷാദ് തുടങ്ങി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ T സാമുവൽ മാത്യു സ്വാഗതവും, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S സതീഷ് കുമാർ റിപ്പോർട്ടും, പ്രിൻസിപ്പൽ AA അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്പെഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടനം മന്ത്രി അബ്ദുറബ് നിർവഹിച്ചു. വികസന ഫണ്ടും രാഷ്ട്രീയ വികസന ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടും MPമാരും അവരുടെ പ്രാദേശിക വികസനം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടുമൊക്കെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ഓരോ വർഷവും പണം നൽകുന്നു. ഇവിടെ പോയി ബഡ്സ് സ്കൂളിന്റെ പുതിയ കെട്ടിടം 16 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചത് തന്നെ SSA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് ഓട് മാറ്റാൻ വന്നു, പക്ഷേ ഓട് മാറ്റണമെങ്കിൽ പട്ടികയും കവിക്കോലും വരെ മാറ്റണം, എന്നാലേ ഓട് മാറ്റാൻ കഴിയും. അപ്പൊ അതിനേക്കാൾ നല്ലത് കംപ്ലീറ്റ് മാറ്റുന്നതാണ്. അപ്പൊ ഏതായാലും ഒരു വലിയ പോരായ്മ ബഹുമാന്യനായ TN പ്രതാപൻ ഇവിടെ പഠിക്കുന്ന കാലത്ത് 200 പരം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തളിക്കുളം GMLP സ്കൂളിൽ 16 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് സ്കൂൾ നിർമ്മിച്ചത്. തളിക്കുളം പഞ്ചായത്തിലെ 6-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് സ്കൂളിൽ പ്രവേശനം. യാത്ര, ഭക്ഷണം, തൊഴിൽ പരിശീലനം എന്നിവ സ്കൂളിൽ സൗജന്യമായിരിക്കും. ഗീതാഗോപി MLA അധ്യക്ഷയായി. TN പ്രതാപൻ MLA താക്കോൽദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൌക്കത്ത് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി CA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്പയാർ സെന്ററിൽ ബസ്സിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. തിങ്കളാഴ്ച രാവിലെ 11:20-നാണ് സംഭവം. തൃപ്പയാർ സെന്ററിൽ സൈക്കിളിൽ വരികയായിരുന്ന തൃപ്പയാർ സ്വദേശി പുഴക്കടവ് പുരുഷോത്തമൻ മകൻ അമരസിംഹൻ തൃശൂരിൽ നിന്ന് തൃപ്പയാറിലേക്ക് വരികയായിരുന്ന ബസിൽ തട്ടി വീഴുകയായിരുന്നു. തുടർന്ന് ബസിന്റെ പിൻചക്രം ഇയാളുടെ തലയിലൂടെ കയറി ഇറങ്ങിയതിനെ തുടർന്ന് തൽക്ഷണം മരണം സംഭവിച്ചു. എന്നാൽ അപകടം നടന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടും വലപ്പാട് പോലീസ് എത്താതിരുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ബസിനടിയിൽപ്പെട്ട മൃതദേഹം ഈ സമയമത്രയും റോഡിൽ കിടക്കുകയായിരുന്നു. ബസിൽ നിന്നും ഓടി രക്ഷപ്പെട്ട തൊഴിലാളികൾ പിന്നീട് വലപ്പാട് പോലീസിൽ കീഴടങ്ങി. മൃതദേഹം ആക്ട് പ്രവർത്തകർ പിന്നീട് വലപ്പാട് ആശുപത്രിയിൽ എത്തിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച മാർക്സിസ്റ്റ് ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഞായറാഴ്ച വൈകുന്നേരം തൃപ്പയാർ സെന്ററിൽ പ്രകടനം നടന്നു. ഉമ്മൻചാണ്ടി
जय नेशनल कांग्रेस जय जय नेशनल कांग्रेस പ്രകടനക്കാർ CPM-ന്റെ ഫ്ലക്സ് ബോർഡുകളും തകർത്തു. നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, PM സിദ്ദിഖ്, PSP നസീർ, ധർമ്മൻ, CS മണികണ്ഠൻ, VD സന്ദീപ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇടവേള.